നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബസ് ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് CPI-ML പ്രവർത്തകർ തൃപ്രയാറിൽ ദേശീയപാത ഉപരോധിച്ചു. എടത്തിരുത്തിയിൽ സാഹിത്യകാരൻ DM പൊറ്റേക്കാട്ടിനെ അനുസ്മരിച്ചു. പെരിഞ്ഞനം കൊറ്റംകുളം ടാഗോർ ലൈബ്രറി സിൽവർ ജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു. വാർത്തകൾ വിശദമായി. ബസ് ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് CPI-ML പ്രവർത്തകർ തൃപ്രയാറിൽ ദേശീയപാത ഉപരോധിച്ചു. തൃപ്രയാർ സെന്ററിൽ രാവിലെ 11:30യോടെയാണ് CPI-ML പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചത്. ഉപരോധ സമരത്തിന് മുന്നോടിയായി തൃപ്രയാറിൽ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് നടന്ന ഉപരോധ സമരം CPI-ML സംസ്ഥാന ജനറൽ സെക്രട്ടറി PN പ്രോവിന്റ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൊടിയ ഒരു ചാർജ് വർധനവാണ് കേരള സർക്കാർ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവസാനമുണ്ടായ ഡീസൽ ചാർജ് വർധനവിൻ്റെ മറവിലാണ് ഈ ബസ് ചാർജ് വർധനവ് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ബസ് ഉടമ സംഘം തന്നെ അവകാശപ്പെടുന്നത് ഈ ചാർജ് വർധനവിൻ്റെ ഭാഗമായി ഒരു ദിവസത്തെ നടത്തിപ്പ് ചെലവ് 300 രൂപ വർദ്ധിക്കും എന്നാണ്. അതേസമയം അന്യായമായ ബസ് ചാർജ് വർധനവിലൂടെ ഈ സർക്കാർ ജനങ്ങളിൽ നിന്ന് 1500 രൂപ പ്രതിദിനം ശേഖരിക്കുന്ന രീതിയിലാണ് ഈ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. PC അജയൻ അധ്യക്ഷനായിരുന്നു. രാജൻ പട്ടാട്ട്, ND വേണു, CY സീന, MM മനോജ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി PN പ്രോവിന്റ് ഉൾപ്പെടെയുള്ള 8 പ്രവർത്തകരെ പിന്നീട് വലപ്പാട് SI രവി സന്തോഷിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തു നീക്കി. ഉപരോധത്തെ തുടർന്ന് ദേശീയപാത 17-ൽ 15 മിനിറ്റോളം സമയം ഗതാഗതം സ്തംഭിച്ചു. സാഹിത്യകാരൻ DM പൊറ്റേക്കാട്ടിനെ എടത്തിരുത്തിയിൽ അനുസ്മരിച്ചു. പൈനൂർ നോർത്ത് LP സ്കൂളിൽ നടന്ന സമ്മേളനം കഥാകൃത്ത് അശോകൻ ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു. പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്ത് പാവപ്പെട്ട തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും ഒക്കെ ഭാഗത്തു നിന്ന് അവരുടെ ജീവിത പ്രശ്നങ്ങൾ മുന്നോട്ട് വെച്ച് എഴുതുന്ന എഴുത്തിനെ അംഗീകരിക്കാതിരിക്കുന്ന ഒരു സമീപനമുണ്ട്. പക്ഷെ അംഗീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത ഘട്ടങ്ങൾ പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. കാരണം സാമാന്യ ജനങ്ങൾ ഈ എഴുത്തുകാരെ അംഗീകരിക്കുന്നു. അവരിവരുടെ കൃതികൾ വായിക്കുന്നു, ചർച്ച ചെയ്യുന്നു. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സാമൂഹ്യ പരിവർത്തന പ്രക്രിയയിൽ ഇടപെടുന്നു. അങ്ങനെ വാസ്തവത്തിൽ എഴുത്ത് എന്ന് പറയുന്ന സാഹിത്യ പ്രവർത്തനം ഒരു സാമൂഹിക ഉൽപ്പന്നമായി, ഒരു സാമൂഹിക പ്രവർത്തനമായി മാറുന്നത് പലപ്പോഴും ഈ എഴുത്തുകാരുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്. അത്തരം ചില ഘട്ടങ്ങളിൽ നമ്മുടെ സാഹിത്യത്തിലെ വിദഗ്ധന്മാർക്ക് ഈ എഴുത്തുകാരെ ഓർമ്മിക്കേണ്ടി വരികയും ചെയ്യാറുണ്ട്. സംഘാടക സമിതി ചെയർമാൻ AV സതീഷ് അധ്യക്ഷനായി. പ്രൊഫസർ KU അരുണൻ, രാജൻ പൊറ്റേക്കാട്ട്, KG സുഖദേവ്, KA കൊച്ചുമോൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ചെറുകഥാ ശില്പശാല TD രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. VD പ്രേംപ്രസാദ് മോഡറേറ്ററായി. VB ജ്യോതിരാജ്, N രാജൻ, UK സുരേഷ് കുമാർ, സുനിൽ P മതിലകം എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. വൈകിട്ട് നടന്ന അനുസ്മരണ സമ്മേളനം KV പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ അധ്യക്ഷനായിരുന്നു. TR ചന്ദ്രദത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി. നാട്ടിക ഫർക്ക ഹൗസിംഗ് ബോർഡ് ബാങ്ക് പ്രസിഡന്റ് PV ബാലന്റെ നിര്യാണത്തിൽ നാട്ടികയിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു. CPM നാട്ടിക ലോക്കൽ സെക്രട്ടറി TK ദേവദാസ് യോഗത്തിൽ അധ്യക്ഷനായിരുന്നു. നാട്ടിക ഏരിയ സെക്രട്ടറി PM അഹമ്മദ്, അനിൽ പുളിക്കൻ, ശശി കടവിൽ, KA ആനന്ദൻ എന്നിവർ സംസാരിച്ചു. ഒരു വ്യക്തിത്വമായിരുന്നു ശതവാനിൽ.
6-7 കൊല്ലത്തെ പ്രവർത്തക പ്രസിഡന്റ് എന്ന പദവിയിൽ നിന്നുള്ള പ്രവർത്തനകാലത്ത് ഒരിക്കൽ പോലും അരുതാത്തൊന്നും ചെയ്തില്ല എന്ന ഏറ്റവും വലിയ ഒരു നേട്ടമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ. നമുക്കറിയാം, ഈ സൊസൈറ്റിയുടെ അപ്പെക്സ് ബോഡി നിയന്ത്രിക്കുന്നത് UDF ആണ്. അങ്ങനെ ഒരു ബോഡി മലാല യൂസഫ്സായുടെ വിദ്യാഭ്യാസ പോരാട്ടങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിമത CPMന്റെ യുവജന സംഘടനയായ AKYF നാട്ടിക പഞ്ചായത്ത് കൺവെൻഷൻ നടത്തി. ജനമുന്നണി നാട്ടിക മേഖലാ കമ്മിറ്റി അംഗം മോജിത മോഹനൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പല രീതിയിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന ക്ലബ്ബുകളുണ്ട്. ആ ക്ലബ്ബുകളുടെ കീഴിൽ അണിനിരക്കുന്ന പ്രവർത്തകരുണ്ട്, സന്നദ്ധ സംഘടനകളുണ്ട്, വിദേശ സഹായം സ്വീകരിച്ച് സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒട്ടനവധി പ്രസ്ഥാനങ്ങൾ, സംഘടനകളുണ്ട്. ഇതിനൊന്നും ഒരു ക്ഷാമമുള്ള സമൂഹമല്ല കേരളത്തിൽ. അത്തരമൊരു പശ്ചാത്തലത്തിൽ, അത്തരം അന്തരീക്ഷത്തിൽ നാട്ടികയിൽ പുതിയൊരു സംഘടനയുടെ പ്രസക്തി എന്താണ്? ഇപ്പൊ കേരളത്തിൽ പ്രവർത്തിക്കുന്ന മിക്കവാറും എല്ലാ സംഘടനകളും ഏതെങ്കിലും തരത്തിലുള്ള ഒരു വ്യവസ്ഥാപിത പ്രസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിന് വിധേയമായിട്ടാണ് അവരുടെ അജണ്ടകൾ തീരുമാനിക്കപ്പെടുന്നത്. KK സനൽ അധ്യക്ഷനായിരുന്നു. ജനമുന്നണി നാട്ടിക മേഖലാ സെക്രട്ടറി TL സന്തോഷ്, VS സതീഷ്, NA സഫീർ, EV ദിനേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. AKYF നാട്ടിക പഞ്ചായത്ത് ഭാരവാഹികളായി KK സനൽ, KS സുധീഷ്, വിനോദ് നാട്ടിക എന്നിവരെ തെരഞ്ഞെടുത്തു.